Welcome to Mastermind Education online classes. Today we will discuss about the unit first, the introduction to sociology block 2. Block 2-ലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സൊസൈറ്റിയെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശകലനം ചെയ്യുകയുണ്ടായി. ഇന്ന് അതിലെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സമുദായം എന്നാണ് അർത്ഥം. അപ്പോൾ കമ്മ്യൂണിറ്റിയിലെ രണ്ട് വാക്കുകളെ കുറിച്ചാണ് ആദ്യമായി ഈ ചാപ്റ്ററിൽ പരാമർശിക്കുന്നത്. ഒന്ന്, കൊമ്മ്യൂണിസ് എന്നീ രണ്ട് ലാറ്റിൻ വാക്കുകളിൽ നിന്നുമാണ് കമ്മ്യൂണിറ്റി എന്ന പദം ഉത്ഭവിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ് അഥവാ ക്യോം എന്ന് പറഞ്ഞാലും മ്യൂണിസ് എന്ന് പറഞ്ഞാലും കൂട്ടായ്മ അല്ലെങ്കിൽ സേവനം എന്നാണ് അർത്ഥം. അപ്പോൾ കൂട്ടം അല്ലെങ്കിൽ കൂട്ടായ്മ, സേവനം, സർവീസ് എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രദേശത്ത് ചില പ്രത്യേക താല്പര്യങ്ങളോട് കൂടി നിലനിൽക്കുന്ന ഒരു വ്യക്തികളുടെ കൂട്ടായ്മയാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ കമ്മ്യൂണിറ്റിയെ മൂന്ന് തരത്തിൽ നമുക്ക് വേർതിരിക്കാൻ പറ്റുന്നു. അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്ന വാക്ക് മൂന്ന് ഏരിയയെ അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്. ഒന്ന്, പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ. രണ്ട്, ഏരിയയുടെ അടിസ്ഥാനത്തിൽ. മൂന്ന്, സംഘടനയുടെ അടിസ്ഥാനത്തിൽ. ഇങ്ങനെ മൂന്ന് വിഭാഗങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഒരു പ്രത്യേക താല്പര്യങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ ഒരു ആളുകളാണ് കമ്മ്യൂണിറ്റിയിൽ ഉൾക്കൊള്ളുന്നത്. ഇനി വാട്ട് ആർ ദ ഡെഫിനിഷൻസ് ഓഫ് കമ്മ്യൂണിറ്റി? കമ്മ്യൂണിറ്റിയിലെ ഡെഫിനിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. റോബർട്ട് മെക്കൈവർ എന്ന് പറയുന്ന സമൂഹശാസ്ത്രജ്ഞൻ്റെ ഡെഫിനിഷനാണ് ആദ്യമായി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സാമൂഹിക ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ സാമൂഹിക ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാലഘട്ടത്തെയാണ് കമ്മ്യൂണിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നാണ് റോബർട്ട് മെക്കൈവർ അഭിപ്രായപ്പെടുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട സമൂഹശാസ്ത്രജ്ഞനായിട്ടുള്ള ടാൽക്കോട്ട് പാഴ്സൺ, അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഒരു പ്രദേശത്ത് ഒരേ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുന്ന ഒരു അംഗമാവുന്ന വ്യക്തികളുടെ കൂട്ടത്തെയാണെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്നാണ് ടാൽക്കോട്ട് പാഴ്സൺ പറയുന്നത്. അപ്പോൾ ഇതാണ് വാട്ട് ആർ ദ ഡെഫിനിഷൻസ് ഓഫ് ദി കമ്മ്യൂണിറ്റി എന്ന ഭാഗത്ത് ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ കമ്മ്യൂണിറ്റിയിലെ പ്രധാനമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതാണ്. ഇനി നമ്മൾ ആ ഒരു ടോപ്പിക്കിൽ നിന്നും വ്യത്യസ്തമായി വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്ന്, വ്യക്തികളുടെ കൂട്ടമാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അഥവാ അനേകം വ്യക്തികൾ കൂടിച്ചേർന്നു കൊണ്ടാണ് കമ്മ്യൂണിറ്റി നിലനിൽക്കുന്നത് എന്ന് ഓർത്ത് വെക്കുക. രണ്ടാമത്തേത്, ഒരു പ്രത്യേക പ്രദേശം കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരിക്കും. പ്രത്യേക പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിറ്റി നിലനിൽക്കുന്നത്. മൂന്ന്, നമ്മളെന്ന വികാരബോധം കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരിക്കും. ഓരോ അംഗങ്ങളും അതിലെ അംഗങ്ങളാണെന്നുള്ള ഒരു വികാരബോധം ഉണ്ടായിരിക്കും. നാലാമത്തെ പോയിന്റ്, സ്ഥിരതയും സുസ്ഥിരതയും ഉണ്ടായിരിക്കും. സ്ഥിരമായിട്ടും അതുപോലത്തെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അത് സ്ഥിരത ഉള്ളതും അതോടൊപ്പം തന്നെ എന്താണ് കാലാകാലങ്ങളിൽ നിലനിൽക്കുന്നതുമായിട്ട് കണക്കാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് സ്വാഭാവികത ഉണ്ടായിരിക്കും. ഓരോ കമ്മ്യൂണിറ്റിക്കും അതിൻ്റേതായിട്ടുള്ള പ്രത്യേക സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ജീവിത രീതികൾ പിന്തുടരുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ്
സമാന ജീവിത രീതികൾ, ഒരേ തരത്തിലുള്ള ജീവിത രീതികളായിരിക്കും ഓരോ കമ്മ്യൂണിറ്റിയും നിലനിൽക്കുന്നത്. മറ്റൊന്ന് സ്വതന്ത്രത ആവിഷ്കാരം. സ്വതന്ത്രത എന്ന് പറഞ്ഞാൽ ഓരോ കമ്മ്യൂണിറ്റിയിലും അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യവും ഉണ്ടായിരിക്കും. അതാണ് കമ്മ്യൂണിറ്റി നൽകുന്ന പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. അതുപോലെ തന്നെ അടുത്ത പോയിന്റാണ്, എട്ടാമത്തെ പോയിന്റ് ഓർത്ത് വെക്കേണ്ടത്, വ്യത്യസ്ത വലുപ്പം ഉള്ളതായിരിക്കും കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഒരു കമ്മ്യൂണിറ്റി അതിൻ്റെ സൈസുകൾ വ്യത്യസ്തമായിരിക്കും. ചില കമ്മ്യൂണിറ്റി വളരെ വലുതും ചിലത് വളരെ ചെറുതും ആയിരിക്കും. ഇതാണ് ഓർത്ത് വെക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊന്ന്, ബന്ധങ്ങളുടെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും. അഥവാ ഓരോ കമ്മ്യൂണിറ്റിയും അവരുടെ ബന്ധങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റിയുടെ പ്രധാനമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ നമ്മളതിൽ വിശകലനം ചെയ്യുകയാണെങ്കിൽ, ഒരുപാട് വ്യക്തികൾ കൂടി അതുപോലെ ഒരു പ്രത്യേക പ്രദേശത്ത് അതുപോലെ തന്നെ എന്താണ് വികാരബോധത്തോടു കൂടി സ്ഥിരതയോടും സുസ്ഥിരതയോടും കൂടി സ്വാഭാവികതയുള്ള സമാന ജീവിത രീതികൾ നയിക്കുന്ന ഒരു വിഭാഗമാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ വ്യത്യസ്ത വലിപ്പവും അതേപോലെ തന്നെ എന്താണ് ബന്ധങ്ങളുടെ നിയന്ത്രണങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് നമ്മളിതിൽ പ്രധാനമായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് സമൂഹത്തിലെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിലെ പ്രധാനമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ടോപ്പിക്കിലേക്ക്, നമ്മൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിശ്വസിക്കുന്നത്. മറ്റൊരു ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, വാട്ട് ആർ ദ ഡിഫറൻസസ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി. കമ്മ്യൂണിറ്റിയിലെയും സൊസൈറ്റിയെയും സമൂഹവും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഡിഫറൻസസ്, വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സമുദായ വികാരം ഉള്ള വിഭാഗമാണ്. അഥവാ കമ്മ്യൂണിറ്റിയിലുള്ള അംഗങ്ങൾ മുഴുവനും, നമ്മളുടെ ഓരോ കമ്മ്യൂണിറ്റിക്കും അവരുടേതായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടായിരിക്കും എന്നതാണ് പ്രത്യേകത. അപ്പോൾ വികാരങ്ങളുള്ളവരെ മാത്രമാണ് കമ്മ്യൂണിറ്റിയിലെ അംഗമായിട്ട് തിരഞ്ഞെടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ എന്താണ്, കമ്മ്യൂണിറ്റിയിൽ അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഓരോ വ്യക്തികളുടെയും വികാരങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഓരോ അംഗത്തെയും എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടുത്തുന്നു. എന്നാൽ രണ്ടാമത്തെ ഒരു, സമൂഹത്തിൽ വികാരബോധത്തിന് പ്രാധാന്യം ഇല്ല. അഥവാ വികാരം എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് സമൂഹത്തിൽ യാതൊരു പ്രാധാന്യവും ഇല്ല എന്നാണ് കാണുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് പ്രത്യേക പ്രദേശത്ത് ഉൾക്കൊള്ളുന്നതാണ്. അതിന് പ്രത്യേകമായ പ്രദേശമുണ്ട്, ഒരു ടെറിട്ടോറിയൽ ഏരിയയുണ്ട്. ആ ഏരിയക്കനുസരിച്ചാണ് ഇവർ നിലനിൽക്കുന്നത്, കമ്മ്യൂണിറ്റി നിലനിൽക്കുന്നത്. എന്നാൽ സമൂഹം എന്ന് പറയുന്നത് അതിന് അതിരുകളില്ല. അഥവാ പ്രത്യേകമായിട്ടുള്ള ബൗണ്ടറികളോ അല്ലെങ്കിൽ ടെറിട്ടോറിയൽ ആസ്പെക്ട്സോ ഒന്നും തന്നെ എന്തില്ല, ഇതിനില്ല. മറിച്ച് ഇത് അതിരുകളില്ലാത്ത വലിയ ഒരു, എല്ലാ സമൂഹങ്ങളെന്ന് പറയുന്നത് അതിന് യാതൊരു തരത്തിലുള്ള അതിരുകളും ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി മൂന്നാമത്തേത്, വിഭജിക്കാവുന്ന യൂണിറ്റാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് വിഭജിച്ച ഒരു യൂണിറ്റാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹത്തിൽ നിന്നും വിഭജിച്ച ഒരു യൂണിറ്റാണ്, സമൂഹത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഏത്, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയേക്കാൾ വളരെ വിശാലമായതും അതുപോലെ തന്നെ വളരെ വലുതുമാണ് എന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി നാലാമത്തെ പോയിന്റിലേക്ക് കടക്കുകയാണെങ്കിൽ, കമ്മ്യൂണിറ്റി നിർദ്ദിഷ്ടമായിരിക്കും. നിർദ്ദിഷ്ടം എന്ന് പറഞ്ഞാൽ
കമ്മ്യൂണിറ്റി ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് നിർദ്ദിഷ്ടമായ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കും എന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊന്നാണ്, സമൂഹം എന്ന് പറഞ്ഞാൽ അമൂർത്തമായ ഒരാശയമാണ്. സമൂഹത്തിൽ അമൂർത്തമായിട്ടുള്ള ഒരു ആശയം അഥവാ ഒരിക്കലും അളക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരാശയം, അല്ലെങ്കിൽ നിർദ്ദിഷ്ടമായ ലക്ഷ്യങ്ങളോ അല്ലെങ്കിൽ നിർദ്ദിഷ്ടമായ ഒരു ഏരിയയോ ഒന്നും എന്തിനില്ല, സമൂഹത്തിനില്ല എന്നാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ സമൂഹത്തിന് അമൂർത്തമായിട്ടുള്ള ഒരു നിയന്ത്രണങ്ങൾ ഇല്ല. പിന്നെ അഞ്ചാമത്തെ പോയിന്റിലേക്ക് കടക്കുകയാണെങ്കിൽ, സമൂഹം എന്ന് പറയുന്നത് വലിയ ശൃംഖലയാണ്. അഥവാ ഒരുപാട് ആളുകൾ, ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ആളുകൾ ഉൾക്കൊള്ളുന്നതാണ് സമൂഹം എന്ന് പറയുന്നത്. അതിൽപ്പെട്ടതാണ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അഥവാ വ്യാവസായിക സമൂഹങ്ങൾ, അർബൻ ആൻഡ് റൂറൽ സൊസൈറ്റി, നാഗരിക ഗ്രാമീണ സമൂഹങ്ങൾ, ഇങ്ങനെ തുടങ്ങി. അതുപോലെ തന്നെ എന്താണ്, റിലീജിയസ്, സോഷ്യൽ, എക്കണോമിക്, ഇങ്ങനെ തുടങ്ങി വലിയ വിശാലമായിട്ടുള്ള ഒരു ശൃംഖലയാണ് എന്ത് പറയുന്നത്, നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത്. എന്നാൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അത് വ്യക്തികളുടെ ഒരു കൂട്ടം മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വ്യക്തികളുടെ ഒരു കൂട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ വാട്ട് ആർ ദ ഡിഫറൻസസ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി എന്ന ഭാഗത്ത് ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് രണ്ടാമത്തെ ടോപ്പിക്കായിട്ടുള്ള കമ്മ്യൂണിറ്റിയെ കുറിച്ചാണ്. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയിലെ പ്രധാനമായിട്ടുള്ള പാഠഭാഗത്ത് നിന്നുള്ള കമ്മ്യൂണിറ്റി വേർ ഈസ് ഒറിജിനേറ്റഡ് ബൈ ദ വേർഡ്സ് ഓഫ് കമ്മ്യൂണിറ്റി, communis എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൽ നിന്നുമാണ് ഉത്ഭവിച്ചിട്ടുള്ളത്. Then we have to discuss about the topic of definitions. What are the definitions of the community? കമ്മ്യൂണിറ്റിയുടെ രണ്ട് ഡെഫിനിഷൻസ്, അത് റോബർട്ട് മെക്കൈവറുടെയും ടാൽക്കോട്ട് പാഴ്സന്റെയും ഡെഫിനിഷനാണ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സൊസൈറ്റി, സൊസൈറ്റിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് ഓർത്തു വെക്കേണ്ടത്. പിന്നീട് മറ്റൊന്ന്, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി, സൊസൈറ്റിയും കമ്മ്യൂണിറ്റിയെയും കുറിച്ചുള്ള പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസസ്, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഈച്ച് ഓഫ് ദം, അവർ തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കി വെക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഇന്നത്തെ ക്ലാസ് തൽക്കാലം വിടവാങ്ങുന്നു. താങ്ക് യു ഫോർ ഓൾ സ്റ്റുഡൻസ്.